بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പഠിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ അധ്യായ നാമങ്ങളും ആ നാമങ്ങളിൽ അവ അറിയപ്പെടാനുള്ള കാരണങ്ങളും എന്ന പഠന പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫിനെ പറ്റിയാണ് നാം സംസാരിക്കുന്നത്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കയിൽ അവതീർണമായ ഈ സൂറത്തിൽ 110 ആയത്തുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ 9 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ക്രൂരനായ ഒരു രാജാവിൽ നിന്ന് ഗുഹയിൽ അഭയം തേടിയ ഒരു കൂട്ടം ചെറുപ്പക്കാരായ വിശ്വാസികളെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. അതാണ് ഈ സൂറത്തിന് സൂറത്തുൽ കഹ്ഫ് എന്ന് പേര് ലഭിക്കാൻ കാരണം. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ 10 വചനങ്ങൾ പഠിച്ചാൽ അവൻ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് അബൂദാവൂദ്, നസായി, തിർമിദി തുടങ്ങിയവർ ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. മുസ്ലിമും അതുപോലെ നസായിയും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ അൽ കഹ്ഫിൽ നിന്നുള്ള 10 ആയത്തുകൾ ഓതിയാൽ എന്നാണ് വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഓതൽ സുന്നത്തായ അധ്യായം കൂടിയാണ് സൂറത്തുൽ കഹ്ഫ്. അപ്രകാരം സൂറത്തുൽ കഹ്ഫ് ഓതുന്നവന് അവൻ്റെ 2 ജുമഅകൾക്കിടയിലുള്ള കാലം പ്രകാശത്താൽ പ്രശോഭിതമായിരിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അർത്ഥവും ആശയവും നന്നായി പഠിച്ച് പാരായണം ചെയ്യേണ്ട ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ കഹ്ഫ്. പേരിനാസ്പദമായ ആയത്തുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പോകാം. ആ ആയത്തുകൾ ഇവിടെ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില ഫുട് നോട്ടുകൾ കൂടി ഇൻഷാ അല്ലാഹ് അതിനോട് ചേർത്ത് പറയാം. ആയത്തുകളും അതിൻ്റെ അർത്ഥവും മുഴുവൻ ഓതിപ്പോവുക എന്നുള്ളത് നമുക്ക് സമയം ദീർഘിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യ 1-2 ആയത്തുകൾ, ഈ സംഭവം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആദ്യ 1-2 ആയത്തുകൾ പാരായണം ചെയ്ത് ശേഷം ആയത്തുകളുടെ അർത്ഥം മാത്രം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ അത് മതിയാകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീമി കാനൂ മിൻ ആയാതിനാ അജബാ إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. നമുക്ക് നോക്കാം. അതല്ല, ഗുഹയുടെയും റഖീമിൻ്റെയും ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരത്ഭുതമായിരിക്കുന്നുവെന്ന് നീ വിചാരിക്കുകയാണോ? ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെ പരിഭാഷയിൽ അതിൻ്റെ അവസാനത്തിൽ കാണാം, ഇതൊരത്ഭുതമായിരിക്കുകയാണോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ്? ഗുഹാവാസികളുടെ ചരിത്രം ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അറബികൾക്കിടയിൽ ഒരു സംസാര വിഷയമായിരുന്നു. ഏറ്റവും അത്ഭുതമായിട്ടാണ് അവരത് ഗണിച്ചിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ എത്രയോ ഉണ്ട്. അക്കൂട്ടത്തിൽ അത്രയൊന്നും അത്ഭുതകരമല്ലാത്ത ഒന്നും മാത്രമാണ് ഈ സംഭവം. ഇനി 10-ാം വചനം. ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം. അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമേ. ഈ ആയത്തിന് നൽകിയിരിക്കുന്ന ചെറിയൊരു വിശദീകരണം കൂടി നമുക്ക് നോക്കാം. അതായത് ഗുഹാവാസികളെ റഖീം എന്നത് അതായത് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്കറിയാം, റഖീം എന്നുള്ള ഒരു പദം 9-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് പറഞ്ഞത് റഖീം എന്നത് ആ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണെന്നും അല്ല ഗുഹാവാസികളുടെ പേര് രേഖപ്പെടുത്തിയ ഫലകമാണെന്നും ഇങ്ങനെ 2 അഭിപ്രായമുണ്ട് എന്നാണ്. ഇനി അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഉറച്ച ഏകദൈവ വിശ്വാസികളായിരുന്നു ഈ ചെറുപ്പക്കാർ. ഏകദൈവാരാധനയുടെ കടുത്ത ശത്രുവായിരുന്നു അവരുടെ നാട് ഭരിച്ചിരുന്ന ദഖ്യാനൂസ് രാജാവ്. വിഗ്രഹാരാധന നടത്താൻ തയ്യാറില്ലാത്തവരെയൊക്കെ കൊന്നുകളയാൻ രാജാവ് ഉത്തരവിട്ടപ്പോഴാണ് ഈ ചെറുപ്പക്കാർ ഒരു ഗുഹയിൽ അഭയം തേടിയത്. ഇനി 11 മുതലുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അങ്ങനെ കുറേയേറെ വർഷങ്ങൾ ആ ഗുഹയിൽ വെച്ച് നാം അവരുടെ കാതുകൾ അടച്ചു അഥവാ ഉറക്കിക്കളഞ്ഞു.
പിന്നെ അവർ ഗുഹയിൽ താമസിച്ച കാലത്തെപ്പറ്റി കൃത്യമായി അറിയുന്നവർ ഇരു കക്ഷികളിൽ ആരാണെന്നറിയാൻ തക്കവണ്ണം അവരെ നാം എഴുന്നേൽപ്പിച്ചു. അതായത് ഗുഹാവാസികൾക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായം നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതിനെപ്പറ്റി അവർ തമ്മിൽ തർക്കത്തിലായി എന്നാണ് പറയുന്നത്. അവരുടെ വർത്തമാനം നാം നിനക്ക് യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം. തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ. അവർക്ക് നാം സന്മാർഗബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു. അവന് പുറമെ യാതൊരു ആരാധ്യനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേയല്ല. എങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അന്യായമായ വാക്ക് പറഞ്ഞവരായിപ്പോവും എന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ഈ ജനത അവന് പുറമെ പല ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു. അവരെ അഥവാ ദൈവങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി യാതൊരു പ്രമാണവും അവർ കൊണ്ടുവരാത്തതെന്താണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമിയാരുണ്ട്? അവർ അന്യോന്യം പറഞ്ഞു, അവരെയും അള്ളാഹു ഒഴികെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു കൊള്ളുക. നിങ്ങളുടെ രക്ഷിതാവ് അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമായി നൽകുകയും നിങ്ങളുടെ കാര്യത്തിൽ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അതവരുടെ ഗുഹ വിട്ട് വലതുഭാഗത്തേക്ക് മാറിപ്പോകുന്നതായും അത് അസ്തമിക്കുമ്പോൾ അതവരെ വിട്ടുകിടന്ന് ഇടതുഭാഗത്തേക്ക് പോകുന്നതായും നിനക്ക് കാണാം. അവരാകട്ടെ അതിൻ്റെ ഗുഹയുടെ വിശാലമായ ഒരു ഭാഗത്താകുന്നു. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അവൻ ആരെ ദുർമാർഗത്തിലാക്കുന്നുവോ അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരിയെയും നീ കണ്ടെത്തുകയില്ല തന്നെ. അവർ ഉണർന്നിരിക്കുന്നവരാണ് എന്ന് നീ ധരിച്ചു പോകും. വാസ്തവത്തിൽ അവർ ഉറങ്ങുന്നവരത്രേ. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നായ ഗുഹാമുഖത്ത് അതിൻ്റെ രണ്ട് കൈകളും നീട്ടിവെച്ചിരിക്കുകയാണ്. അവരുടെ നേർക്ക് നീ എത്തി നോക്കുന്ന പക്ഷം നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും അവരെപ്പറ്റി നീ ഭീതി പൂണ്ടവനായി തീരുകയും ചെയ്യും. അപ്രകാരം അവർ അന്യോന്യം ചോദ്യം നടത്തുവാൻ തക്കവണ്ണം നാം അവരെ എഴുന്നേൽപ്പിച്ചു. അതായത് ഒരു ആട്ടിടയൻ ഗുഹാമുഖം തുറന്നു നോക്കിയ സമയത്താണ് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതെന്ന് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അവരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ഗുഹയിൽ കഴിച്ചുകൂട്ടി? മറ്റുള്ളവർ പറഞ്ഞു, നാം ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗമോ കഴിച്ചുകൂട്ടിയിരിക്കും. മറ്റു ചിലർ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവാകുന്നു നിങ്ങൾ കഴിച്ചുകൂട്ടിയതിനെപ്പറ്റി ശരിയായി അറിയുന്നവൻ. എന്നാൽ നിങ്ങളിൽ ഒരാളെ നിങ്ങളുടെ ഈ വെള്ളി നാണയവും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക. അവിടെ ആരുടെ പക്കലാണ് ഏറ്റവും നല്ല ഭക്ഷണമുള്ളതെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അവൻ വല്ല ആഹാരവും കൊണ്ടുവരട്ടെ. അവൻ കരുതലോടെ പെരുമാറട്ടെ. നിങ്ങളെപ്പറ്റി അവൻ യാതൊരാളെയും അറിയിക്കാതിരിക്കട്ടെ. തീർച്ചയായും നിങ്ങളെപ്പറ്റി അവർക്ക് അറിവ് ലഭിച്ചാൽ അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലുകയോ അവരുടെ മതത്തിലേക്ക് മടങ്ങാൻ നിങ്ങളെ നിർബന്ധിക്കുകയോ ചെയ്യും. എങ്കിൽ അങ്ങനെ നിങ്ങൾ മടങ്ങുന്ന പക്ഷം നിങ്ങളൊരിക്കലും വിജയിക്കുകയില്ല തന്നെ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും അന്ത്യസമയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും അവർ ജനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നാം അവരെ അഥവാ ഗുഹാവാസികളെ കണ്ടെത്താൻ അപ്രകാരം അവസരം നൽകി. അതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, ആഹാരപാനീയങ്ങളൊന്നും കഴിക്കാതെ 3 നൂറ്റാണ്ട് കാലം അഥവാ 300 വർഷം ഒരുതരം ഉറക്കത്തിലാക്കിയ ശേഷം ഗുഹാവാസികളെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവിന് ലോകാവസാനത്തെ തുടർന്ന് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലെന്ന് ഈ സംഭവത്തിന് സാക്ഷിയായ ഏതൊരാൾക്കും വ്യക്തമാവും. അവർ അന്യോന്യം അവരുടെ ഗുഹാവാസികളുടെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരുന്ന സന്ദർഭം ശ്രദ്ധേയമാണ്. അവർ ഒരു വിഭാഗം പറഞ്ഞു, നിങ്ങൾ അവരുടെ മേൽ ഒരു കെട്ടിടം നിർമ്മിക്കുക. അവരുടെ രക്ഷിതാവ് അവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. അവരുടെ കാര്യത്തിൽ പ്രാബല്യം നേടിയവർ പറഞ്ഞു, നമുക്ക് അവരുടെ മേൽ ഒരു പള്ളി നിർമ്മിക്കുക തന്നെ ചെയ്യാം. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെ കാണാം, എഴുന്നേൽപ്പിക്കപ്പെട്ട യുവാക്കൾ ഏറെ താമസിയാതെ മരിച്ചുവെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സ്മരണ നിലനിർത്താൻ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ നാട്ടുകാർ തമ്മിൽ തർക്കമായി. അവരുടെ ഗുഹയുടെ സമീപം ഒരു കെട്ടിടം നിർമ്മിക്കാമെന്ന് ഒരു വിഭാഗം നിർദ്ദേശിച്ചു. പ്രബലമായ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് അവിടെ ഒരു പള്ളി നിർമ്മിക്കാമെന്നായിരുന്നു. ഇനി 22-ാം വചനം, അവർ ജനങ്ങളിൽ ഒരു വിഭാഗം പറയും, ഗുഹാവാസികൾ 3 പേരാണ്, 4-മത്തേത് അവരുടെ നായയാണ് എന്ന്. ചിലർ പറയും അവർ 5 പേരാണ്, 6-മത്തേത് അവരുടെ നായയാണ് എന്ന്. അദൃശ്യ കാര്യത്തെപ്പറ്റിയുള്ള ഊഹം പറയൽ മാത്രമാണത്. ചിലർ പറയും അവർ 7 പേരാണ്, 8-മത്തേത് അവരുടെ നായയാണ് എന്ന്. നബിയെ പറയുക, എൻ്റെ രക്ഷിതാവ് അവരുടെ എണ്ണത്തെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ്. ചുരുക്കം പേരല്ലാതെ അവരെപ്പറ്റി അറിയുകയില്ല. അതിനാൽ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ വിഷയത്തിൽ നീ തർക്കിക്കരുത്.
അവരിൽ ജനങ്ങളിൽ ആരോടും അവരുടെ കാര്യത്തിൽ നീ അഭിപ്രായം ആരായുകയും ചെയ്യരുത്. 23, 24 ആയത്തുകൾ. യാതൊരു കാര്യത്തെപ്പറ്റിയും നാളെ ഞാനത് തീർച്ചയായും ചെയ്യാം എന്ന് നീ പറഞ്ഞു പോകരുത്. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യാമെന്നല്ലാതെ. നീ മറന്നുപോകുന്ന പക്ഷം ഓർമ്മ വരുമ്പോൾ നിന്റെ രക്ഷിതാവിനെ അനുസ്മരിക്കുക. എൻ്റെ രക്ഷിതാവ് എന്നെ ഇതിനേക്കാൾ സന്മാർഗത്തോട് അടുത്ത ഒരു ജീവിതത്തിലേക്ക് നയിച്ചേക്കാം എന്ന് പറയുകയും ചെയ്യുക. അവർ അവരുടെ ഗുഹയിൽ 300 വർഷം താമസിച്ചു. അവർ 9 വർഷം കൂടുതലാക്കുകയും ചെയ്തു. നീ പറയുക, അവർ താമസിച്ചതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനം അവനാണുള്ളത്. അവൻ എത്ര കാഴ്ചയുള്ളവൻ, എത്ര കേൾവിയുള്ളവൻ. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല. തൻ്റെ തീരുമാനാധികാരത്തിൽ യാതൊരാളെയും അവർ പങ്കു ചേർക്കുകയുമില്ല. ഇത്രയുമാണ് സൂറത്തുൽ കഹ്ഫിനെ അല്ലെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണം കൂടി നമ്മൾ മനസ്സിലാക്കൽ വളരെ ആവശ്യമാണ്. തഫ്സീറുകൾ മനസ്സിലാക്കിയാലേ ഈ സംഭവം പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഏറെ ഉപകാരപ്രദവും ഗുണപാഠങ്ങൾ നിറഞ്ഞതുമായ 4 കഥകളാണ് ഈ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. ഒന്ന്, ഗുഹാവാസികളുടെ സംഭവം. രണ്ടാമത്തേത് 2 തോട്ടക്കാരുടെ കഥ. മൂന്നാമത്തേത് മൂസാ നബിയുടെയും ഖിളിർ നബിയുടെയും കഥ. നാലാമത്തേത് ദുൽഖർനൈനിയുടെ കഥ. തീർച്ചയായും ഈ സൂറത്ത് ഒന്ന് വായിക്കുകയും പഠിക്കുകയും വിശദീകരണങ്ങളോടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുക്കാനും പഠിക്കാനും ജീവിതത്തിൽ അത് പകർത്താനും തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.